എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാർ കോഴക്കേസിൽ KM മാണിക്കെതിരെ കേസെടുക്കാമെന്ന് വിജിലൻസിന് നിയമോപദേശം. കോഴ ആരോപണം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നത് പരസ്പര വിരുദ്ധമായ നിയമോപദേശമെന്ന് മാണി. മദ്യനയം സമ്പദ്ഘടനയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം പഠിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ടൂറിസം തൊഴിൽ സെക്രട്ടറിമാർക്ക് ചുമതല. പൊതുമരാമത്ത് വകുപ്പിനെതിരെ 7 മാസം മുൻപ് ഗണേഷ് കുമാർ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്ത് റിപ്പോർട്ടർ പുറത്തുവിട്ടു. മരാമത്ത് വകുപ്പിലെ ചിലർ ഫയൽ മുക്കൽ വിദഗ്ധരെന്ന് ഗണേഷ്. ധനവകുപ്പിലെ ഒരാളും ഒത്തുകളിയിൽ പങ്കാളി. കത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ആരോപണങ്ങളിൽ നിയമസഭ പ്രക്ഷുബ്ധം. VM സുധീരനെതിരെ പരാതിയുമായി ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും സംയുക്തമായി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ. പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല എന്ന ആക്ഷേപം. നയകാര്യങ്ങളിൽ ഭിന്നതയുണ്ടെന്ന് സുധീരൻ. തർക്കങ്ങൾ ചർച്ചയിലൂടെ തീർക്കുമെന്ന് രാഹുൽ. ആത്മഹത്യാശ്രമം ക്രിമിനൽ കുറ്റമല്ലാതാക്കാൻ കേന്ദ്ര തീരുമാനം. IPC-യിൽ മാറ്റം വരുത്തും. മതപരിവർത്തന വിവാദത്തിൽ പാർലമെന്റ് തടസ്സപ്പെട്ടു. സംഘപരിവാർ ആഗ്രയിൽ നടത്തിയത് നിർബന്ധിത മതപരിവർത്തനമെന്ന് പ്രതിപക്ഷം. സ്കൂൾ മീറ്റിൽ എറണാകുളം കിരീടമുറപ്പിച്ചു. ISL സെമി ലൈനപ്പായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളി ചെന്നൈ FC. രണ്ടാം സെമി കൊൽക്കത്തയും ഗോവയും തമ്മിൽ. ബാർ കോഴക്കേസിൽ ധനമന്ത്രി KM മാണിക്കെതിരെ കേസെടുക്കാമെന്ന് വിജിലൻസിന് നിയമോപദേശം. കോഴ ആരോപണം സംബന്ധിച്ച് വിജിലൻസ് രേഖപ്പെടുത്തിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാണിക്കെതിരെ പ്രഥമദൃഷ്ട്യാ കേസെടുക്കാമെന്നാണ് നിയമോപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് തയ്യാറാക്കി വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. ബാർക്കോഴ അന്വേഷിക്കുന്ന വിജിലൻസ് സംഘത്തിലെ ഡിവൈഎസ്പി സുരേഷ് കുമാറിനാണ് കേസെടുക്കാമെന്ന് വിജിലൻസ് ലീഗൽ അഡ്വൈസർ നിയമോപദേശം നൽകിയിരിക്കുന്നത്. ബാർക്കോഴ ആരോപണം സംബന്ധിച്ച് വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയ മൊഴികളിൽ മന്ത്രി KM മാണിക്കെതിരായ ആരോപണം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്നാണ് നിയമോപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ KM മാണിക്കെതിരെ കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്താമെന്നാണ് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്ന വിജിലൻസ് അന്വേഷണ സംഘ തലവൻ SP രാജ്മോഹൻ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. 2 ദിവസത്തിനുള്ളിൽ കോടതിക്ക് റിപ്പോർട്ട് നൽകും. ബിജു രമേശിന്റെയും അദ്ദേഹത്തിന്റെ ഡ്രൈവർ അമ്പിളിയുടെയും ബിജുവിന്റെ അക്കൗണ്ടന്റിന്റെയും മൊഴികളാണ് ലീഗൽ അഡ്വൈസർ പ്രധാനമായും കണക്കിലെടുത്തത്. കോഴ ആരോപണം ഉന്നയിച്ച ബിജു രമേശ് ഇതു സംബന്ധിച്ച നിലപാടിൽ വിജിലൻസിന് മുന്നിൽ ഉറച്ചുനിന്നു. ഇക്കൊല്ലം ഏപ്രിൽ 2-നാണ് ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ KM മാണിക്ക് പണം നൽകിയതായി മൊഴി നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ബിജു രമേശിന്റെ ഹോട്ടലിൽ നിന്ന് KM മാണിക്ക് നൽകാൻ 35 ലക്ഷം രൂപ അടങ്ങിയ പെട്ടിയുമായി തന്റെ കാറിൽ സഞ്ചരിച്ചതായാണ് ഡ്രൈവർ അമ്പിളിയുടെ മൊഴി. ഇതോടൊപ്പം ഈ സംഘത്തിന് നൽകാൻ ബാങ്കിൽ നിന്ന് താൻ 10 ലക്ഷം രൂപ പിൻവലിച്ചെന്ന് ബിജു രമേശ് മൊഴി നൽകിയിരുന്നു. ഇക്കാര്യം ബിജുവിന്റെ അക്കൗണ്ടന്റും വിജിലൻസ് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കോഴ ഇടപാട് നടന്നു എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാണിക്കെതിരെ കേസെടുക്കാമെന്ന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അന്തിമ തീരുമാനം 2 ദിവസത്തിനുള്ളിൽ വിജിലൻസ് ഡയറക്ടർ കൈക്കൊള്ളും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മദ്യനയം ഉണ്ടാക്കിയ പ്രത്യാഘാതം പഠിക്കാൻ സർക്കാർ 2-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചു. ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാർ ഉൾപ്പെട്ട സമിതി 3 ആഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകും. അതേസമയം 2 3 സ്റ്റാർ ബാറുകളുടെ താൽക്കാലിക പ്രവർത്തനാനുമതി ജനുവരി 20 വരെ ഹൈക്കോടതി നീട്ടി നൽകി. മദ്യനയം സമ്പദ്ഘടനയിൽ എന്ത് പ്രത്യാഘാതമുണ്ടാക്കി എന്ന് പഠിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി അഡ്വക്കേറ്റ് ജനറൽ വ്യക്തമാക്കി. ഇതിനായി 2-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരാണ് സമിതിയിലുള്ളത്. ഇവർ 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നയത്തിലെ മാറ്റം സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കുക എന്നും AG വ്യക്തമാക്കിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിന്റെ വിശദീകരണം ഹൈക്കോടതി രേഖപ്പെടുത്തി. അതേസമയം പുതിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനാനുമതി നിഷേധിക്കപ്പെട്ട 2 സ്റ്റാർ 3 സ്റ്റാർ ബാറുകൾക്ക് 2015 ജനുവരി 20 വരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. നേരത്തെ ഇക്കാര്യത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ കാലാവധി ഈ മാസം 12-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ആ ഉത്തരവ് കോടതി ജനുവരി 20 വരെ നീട്ടിയത്. ഇടക്കാല ഉത്തരവ് നീട്ടി നൽകരുതെന്ന് KCBCയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചില്ല. ഹൈക്കോടതി ഉത്തരവ് ലഭിച്ചതോടെ ക്രിസ്മസ് പുതുവത്സര ആഘോഷവേളകളിൽ സംസ്ഥാനത്തെ 312 ബാറുകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് ഉറപ്പായി. മദ്യനയം സംബന്ധിച്ച് സർക്കാരിന്റെയും ബാർ ഉടമകളുടെയും അപ്പീലിന്മേൽ ജനുവരി 14-ന് വിശദമായ വാദം നടക്കും. റിപ്പോർട്ടർ, കൊച്ചി. കേരള കോൺഗ്രസ് എം നേതാവ് ജോസഫ് M പുതുശ്ശേരി, VS സുനിൽകുമാർ MLA, സണ്ണി ജോസഫ് MLA, KCBC മദ്യവിരുദ്ധ സമിതിയുടെ ഫാദർ ആന്റണി TJ എന്നിവർ ചർച്ചയിൽ. ആദ്യം ശ്രീ ജോസഫ് M പുതുശ്ശേരി, ലീഗൽ അഡ്വൈസറുടെ നിയമോപദേശം സഹിതമാണ് വിജിലൻസ് അന്വേഷണ സംഘം ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ KM മാണിക്കെതിരെ കേസെടുക്കണം എന്ന് തീരുമാനിക്കാനല്ലേ എല്ലാ സാധ്യതയും? അത് നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അല്ല, അത് വരട്ടെ. വിജിലൻസ് ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. വിജിലൻസ് ഡയറക്ടർക്ക് തീരുമാനിക്കാൻ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്. അത് ആ തീരുമാനം പുറത്തു വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2 തരത്തിൽ നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് എന്നാണ്
പിന്നെ കേസെടുക്കാമെന്ന് ലീഗൽ അഡ്വൈസർ പറഞ്ഞിട്ടുണ്ട്. വിജിലൻസിന്റെ പ്രോസിക്യൂട്ടർ ഡയറക്ടർ പിന്നെ ഇത് കേസെടുക്കാൻ കാര്യമില്ല എന്നുള്ള നിലയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ഉള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അല്ല, വിജിലൻസ് ചട്ടപ്രകാരം കേസെടുക്കണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉപദേശം നൽകേണ്ടത് ലീഗൽ അഡ്വൈസർ ആണല്ലോ. അതിലെവിടെയാണ് പ്രോസിക്യൂഷൻ ഡയറക്ടർ വരിക? അത് അസ്വാഭാവികമാണ്. വിജിലൻസിന്റെ തന്നെ പ്രോസിക്യൂഷന്റെ ഡയറക്ടർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടുപേരോട് അങ്ങനെ സാധ്യത ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവർ അഭിപ്രായം ചോദിച്ചിരിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. ഏതായാലും ഇങ്ങനെ 2 റിപ്പോർട്ടുകളുണ്ട് എന്നാണ് ഇന്ന് മാധ്യമങ്ങളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഈ എന്തായാലും പ്രോസിക്യൂഷൻ ഡയറക്ടർക്ക് അങ്ങനെ ഒരു വിജിലൻസിന്റെ തന്നെ പ്രോസിക്യൂഷൻ ഡയറക്ടർക്ക് ഇത്തരം കാര്യങ്ങളിൽ കീഴ്വഴക്കമനുസരിച്ച് നിയമോപദേശം നൽകേണ്ടത് ലീഗൽ അഡ്വൈസറാണ്. അദ്ദേഹം നിയമോപദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ട് കേസെടുക്കാൻ എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള റിപ്പോർട്ട് അന്വേഷണ സംഘം നൽകിയിരിക്കുന്നു ഡയറക്ടർക്ക്. സ്വാഭാവികമായും ഹൈക്കോടതി ഉത്തരവ് സ്വതന്ത്രമായി ഡയറക്ടർ തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ കെ എം മാണിക്കെതിരെ കേസെടുക്കാൻ പോവുകയാണ്. അതിന് നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അത് കേസെടുക്കാൻ പോവുകയാണെന്നുള്ളത് വിജിലൻസ് ഡയറക്ടർ പറയട്ടെ. മാധ്യമങ്ങളല്ലല്ലോ അത് പറയേണ്ടത്. സ്വാഭാവികമായും സ്വതന്ത്രമായി തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവരുടെ തീരുമാനം പുറത്തു വരുന്ന പശ്ചാത്തലത്തിലാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. അതിന് നമ്മൾ മുൻകൂട്ടി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് സംബന്ധിച്ച് ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇത് അന്യായമായി ഉണ്ടായ ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ലല്ലോ. ആ ഉണ്ടാകുന്ന നടപടിയുടെ അടിസ്ഥാനത്തിലാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയുക. ദയവായി തുടരണം ശ്രീ ജോസഫ് എം പുതുശ്ശേരി. ശ്രീ സണ്ണി ജോസഫ് MLA, വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷനുള്ള കാലാവധി 2 ദിവസത്തിനുള്ളിൽ തീരുകയാണ്. 42ാമത്തെ ദിവസം വിജിലൻസ് ഡയറക്ടർക്ക് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇവിടെ ലീഗൽ അഡ്വൈസറുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം അനുസരിച്ച് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട്, കേസെടുക്കണം. സംസ്ഥാന മന്ത്രിസഭയിലെ പ്രമുഖനായ അംഗം ബാർ കോഴ ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന സാഹചര്യമാണ് ഇതോടുകൂടി സംജാതമാകുന്നത്. ഇത് സർക്കാരിന് തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ലേ? ഇല്ല, ഫൈനലായിട്ട് എന്ത് തീരുമാനം വരും എന്ന് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നേരത്തെ മാധ്യമങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? 2 ഒപ്പീനിയൻ വന്നിട്ടുണ്ട്. ലീഗൽ ഒപ്പീനിയൻ തന്നെ 2 ഉണ്ട്. കേസ് എടുക്കാമെന്നും എടുക്കാമെന്ന് പറയുന്നതും എടുക്കണം എന്ന് പറയുന്നതും 2 2ആണ്. എടുക്കേണ്ടതില്ല എന്ന ലീഗൽ ഒപ്പീനിയനുമുണ്ട്. കേവലം ലീഗൽ ഒപ്പീനിയനെ ആശ്രയിച്ച് മാത്രമല്ല വിജിലൻസ് ഡയറക്ടറേറ്റ് തീരുമാനം എടുക്കുന്നത്. ലീഗൽ ഒപ്പീനിയൻ ലോ കപ്പിൾഡ് വിത്ത് ഫാക്റ്റാണ്. ലീഗൽ ഒപ്പീനിയനും പ്രാഥമിക അന്വേഷണത്തിലെ വസ്തുതാപരമായിട്ടുള്ള നിഗമനങ്ങളുടെയും കൂടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഡയറക്ടർക്ക് ഒരു ഫൈനലായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയൂ. അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ ഡയറക്ടർക്ക് സ്വതന്ത്രമായ തീരുമാനം എടുക്കാൻ കഴിയണം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ആ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നിടം വരെയും അതെന്താകും എന്ന് അനുമാനിക്കാൻ, യെസ് ഓർ നോ എന്ന് അനുമാനിക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. വെയിറ്റ് ആൻഡ് സീ, ആ തീരുമാനം എന്ത് എന്ന് കാത്തിരിക്കുക. അങ്ങനെയാണ്. ശരി, അത് മനസ്സിലാകും. ദയവായി തുടരുക. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, നിങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഇതേവരെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം പ്രഥമദൃഷ്ട്യാ തെളിവില്ല, അതുകൊണ്ട് അന്വേഷണം ആവശ്യം ഇല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേരും എന്നുള്ളതായിരുന്നുവല്ലോ. അപ്പോഴാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തുകയും വിജിലൻസ് ഡയറക്ടർ ഇക്കാര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കണം എന്ന നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുകയും ഒടുവിൽ വിജിലൻസ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കാൻ പോവുകയും ചെയ്യുന്നത്. ആ തീരുമാനത്തെപ്പറ്റി എന്താകും ആ തീരുമാനം എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങളെ സംബന്ധിച്ച് പഴയ ആ ആത്മവിശ്വാസമുണ്ടോ? ഒരു സംശയവുമില്ല. കാരണം ഇത് അനാവശ്യമായി ഉണ്ടാക്കിയ ഒരു വിവാദമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. കാരണം ഇതുവരെ കാശ് കൊടുത്ത ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു തെളിവ് കൊടുത്തിട്ടില്ലല്ലോ. കാശ് കൊടുക്കുന്ന ബിജു രമേശ് എന്ന് പറയുന്നത് കൈക്കൂലി കൊടുക്കാൻ അദ്ദേഹത്തിന് പോലും അങ്ങനെ അവകാശവാദമില്ലല്ലോ. കൈക്കൂലി കൊടുത്തു എന്ന് അദ്ദേഹത്തിന് അവകാശവാദമില്ല. അദ്ദേഹം കൊടുക്കുന്നതിന് കൂടെ പോയി എന്ന് അവകാശവാദമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോ അതുമായി ബന്ധപ്പെട്ട അല്ല, കാശ് കൊടുക്കാൻ കൂടെ പോയ ആളുകളുടെ മൊഴിയുണ്ട് വിജിലൻസിന്റെ പക്കൽ. ബിജു രമേശിന്റെ ഡ്രൈവറുടെ മൊഴി അക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. താങ്കൾക്ക് അറിയാമല്ലോ, 35 ലക്ഷം രൂപയുമായി പോയ വാഹനം ഓടിച്ച ആൾ അക്കാര്യം വിജിലൻസിനോട് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, 10 ലക്ഷം പിൻവലിച്ചതടക്കമുള്ള തെളിവുകൾ വിജിലൻസിന്റെ പക്കൽ ഉണ്ട് താൻ. അല്ലാതെ സ്വാഭാവികമല്ല. ബിജു രമേശ് പറയുന്ന വാചകത്തിന് അനുകൂലമായ ഡ്രൈവർ അല്ലല്ലോ കാശ് കൊടുക്കാൻ പോയിരിക്കുന്ന ആളുകളുണ്ടല്ലോ. അതല്ലേ ഏറ്റവും പ്രസക്തമായ കാര്യം. അങ്ങനെ കാശ് കൊടുക്കാൻ പോയി എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറയട്ടെ. അല്ലാതെ ഡ്രൈവർ അല്ലല്ലോ ഇതിനകത്തെ കക്ഷി, ഡ്രൈവർ അല്ലല്ലോ. ഡ്രൈവർക്കൊരു കഥയുണ്ടാക്കി ബിജു രമേശ് പറയുന്ന
കഥയ്ക്ക് അനുബന്ധമായി അല്ല ആയിക്കൊള്ളട്ടെ, ആരൊക്കെയാണ് കാശ് കൊടുക്കാൻ പോയത്, അവരുടെ പേരുകൾ ധനേഷ്, രാജ്കുമാർ, ഉണ്ണി, അനിമോൻ തുടങ്ങിയ ആളുകളുടെ പേരുകൾ, ഏത് തീയതിയിൽ, ഏത് സമയം, ഏത് വാഹനത്തിൽ അവർ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ ഉപനേതാവ് നിയമസഭയിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യം, ഇവർ KM മാണിയുമായി ഈ പറഞ്ഞ സമയത്ത് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ അവരുടെ മൊബൈൽ ഫോൺ രേഖകൾ, അവരുടെ ഏത് ടവറിന്റെ കീഴിലായിരുന്നു അവരുടെ മൊബൈൽ ഫോൺ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി. അതൊക്കെ ചെയ്യണമെങ്കിൽ കേസെടുത്തൊരു അന്വേഷണം വേണമല്ലോ. സ്വാഭാവികമായി പിന്നെ ഇത് ഉണ്ടെങ്കിൽ അവരാണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്, അവരല്ലല്ലോ ഈ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കേസെടുത്ത് അന്വേഷണം അല്ല, കേസെടുത്ത് അന്വേഷണം ഇപ്പോൾ അവർ മൊഴി നൽകാൻ വന്നിട്ടില്ല. കേസെടുത്ത് അന്വേഷണം നടക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരെ സമൺ ചെയ്ത് അവരോട് കാര്യങ്ങൾ ആരായാം. അങ്ങനെ ഒരു അവസരം വിജിലൻസിനെ സംബന്ധിച്ച് വരികയാണ്. അല്ല, കേസെടുത്ത് അന്വേഷണം എന്നുള്ളത് ഒരു വലിയ സംഭവമല്ലല്ലോ. അതൊരു പിന്നെ ആദ്യമായി നടക്കുന്ന ഒരു സംഭവമല്ലല്ലോ. ഇപ്പം കേരളത്തിലെ മന്ത്രിസഭാംഗങ്ങളായിരിക്കുന്ന ആളുകൾക്കെതിരായി പോലും വിജിലൻസ് ഇതുപോലെ അന്വേഷണം നടക്കുന്നുണ്ട്. അതൊരു പുതിയ സംഭവമല്ല. ഏതാണ്ട് ഒരു വലിയ സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള നിലയിൽ ഈ കാര്യത്തെ കാണേണ്ട കാര്യമില്ല. റൈറ്റ്. വിജിലൻസ് കേസ് നേരിടുന്ന ആദ്യത്തെ മന്ത്രി അല്ല KM മാണി എന്നുള്ള വാദം ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ VS സുനിൽകുമാർ, താങ്കളുടെ ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി വിജിലൻസ് ഡയറക്ടറോട് സ്വതന്ത്രമായി കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസറുടെ നിയമോപദേശം കേസെടുക്കാം എന്നുള്ളതാണ്. അന്വേഷണ സംഘം ഡയറക്ടർക്ക് റിപ്പോർട്ടും നൽകി കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ തീരുമാനം എടുക്കാൻ പോവുകയാണ്. KM മാണിക്കെതിരെ കേസെടുത്തുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന പ്രതീക്ഷ താങ്കൾക്ക് ഈ ഘട്ടത്തിലുണ്ടോ? നിയമത്തിന്റെ വഴിക്ക് പോവുകയാണെങ്കിൽ കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സുപ്രീം കോടതി വിധി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇതിൽ കേസെടുക്കാതെ മുന്നോട്ട് പോകാൻ വിജിലൻസിന് സാധ്യമല്ല. പിന്നെ ഗവൺമെന്റിന്റെ സ്വാധീനത്തിന് വഴങ്ങി, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ വിജിലൻസിന്റെ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥന്മാരും മോശക്കാരായതുകൊണ്ടല്ല, പക്ഷെ ഗവൺമെന്റിന് സ്ഥാപിതമായ താല്പര്യമുണ്ട്. ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. KM മാണിക്കെതിരായ കേസ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ രാജിവെക്കാതെ അദ്ദേഹത്തിന് കേരളത്തിലെ മന്ത്രിയെ തുടരാൻ കഴിയില്ല. കാരണം അന്വേഷണം നേരിടുന്ന ഒരു മന്ത്രി, ധനമന്ത്രി ഈ കേസിൽ പിന്നെ മുഖ്യമന്ത്രിയെ തുടരുക എന്ന് പറഞ്ഞാൽ അധികാര ദുർവിനിയോഗമായിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഏത് വിധേനയും ഈ കേസ് ഊരിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏത് അറ്റം വരെയും പോകാൻ അവർ തയ്യാറാകുമെന്നൊരു ഭയം എനിക്കുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഹൈക്കോടതിയുടെ ഈ ബെഞ്ചിനെ തന്നെ സമീപിക്കാനോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടാണെങ്കിൽ പോലും ഈ കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. ആത്മാർത്ഥമായി തന്നെ പരിശ്രമിക്കും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. റൈറ്റ്. തുടരുക. ശ്രീ ജോണി നെല്ലൂർ, വിജിലൻസ് അന്വേഷണം നേരിടുന്ന മന്ത്രിയായി KM മാണിക്ക് ഈ മന്ത്രിസഭയിൽ തുടരാനാകുമോ? അങ്ങനെയുള്ള കീഴ്വഴക്കമുണ്ട്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട, കേരളമാകെ ശ്രദ്ധിച്ച ബാർക്കോഴ ആരോപണമാണ്. ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരമാണ്. സ്ഥിതിഗതികൾ UDF-നെ സംബന്ധിച്ച്, ഈ മന്ത്രിസഭയെ സംബന്ധിച്ച് പരുങ്ങലിലാണോ? മന്ത്രിസഭയെ സംബന്ധിച്ച് ഒരു പരുങ്ങലുമില്ല. ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ചു, ബിജു രമേശ് എന്ന് പറയുന്ന ഒരു അബ്കാരി കോൺട്രാക്ടർ. ആ ആരോപണം ഉന്നയിച്ചു. ആരോപണത്തിന്മേലുള്ള വിജിലൻസ് അന്വേഷണം നടന്നു വരുന്നു. അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചു എന്ന് മാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ബേജാറാകേണ്ട ഒരു സാഹചര്യവും ഇല്ല. റിപ്പോർട്ടർ പരിശോധിച്ച ശേഷം ഡയറക്ടർ കുറ്റപത്രം സമർപ്പിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ആ സമയത്ത് മാത്രമാണ് ഒരു ചർച്ചയുടെ പോലും ആവശ്യമുള്ളൂ. ഇവിടെ നിയമോപദേശം 2 വിധത്തിൽ കിട്ടിയെന്നൊക്കെ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ അതിനോടൊന്നും പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇവിടെ ഒരു കുറ്റം ചെയ്ത ഒരാളെയും സംരക്ഷിക്കേണ്ട ബാധ്യതയും ചുമതലയും ഈ ഗവൺമെന്റിനും UDF-നും ഇല്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നുള്ള ആ ഒരു പൊതു തത്വമാണ് UDF-ന് ഇക്കാര്യത്തിലുള്ളൂ. ഇവിടെ പുകമറ സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള അടിസ്ഥാനരഹിതങ്ങളായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ രീതിയല്ലാതെ വ്യക്തമായ തെളിവുകളോ വ്യക്തമായ ഏതെങ്കിലും രേഖകളോ ഒന്നുമില്ലാതെ ഒരാളെ ചീത്തയാക്കുവാൻ വേണ്ടി, ഒരു മന്ത്രിയെ കളങ്കപ്പെടുത്തുവാൻ വേണ്ടി ആരോപണം ഉന്നയിക്കുന്നതിലപ്പുറത്ത് ഒരു തെളിവുകളും നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം. റൈറ്റ്. ശ്രീ VS സുനിൽകുമാർ, മുഖ്യമന്ത്രിക്കെതിരെ തന്നെ വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നു. അത് പിന്നീട് ആണ് തീർപ്പായത്. ഈ മന്ത്രിസഭയിൽ തന്നെ വിജിലൻസ് അന്വേഷണം നേരിടുന്ന മന്ത്രിമാരുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ KM മാണിക്കെതിരെ കേസെടുത്ത ഒരു അന്വേഷണം വിജിലൻസ് നടത്തുകയാണ് എങ്കിൽ തന്നെ കേരള കോൺഗ്രസോ ഈ സർക്കാരോ അതൊരു ആനക്കാര്യമായി കാണുന്നില്ല. അല്ല, ഇവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു ആനക്കാര്യമല്ല. കാരണം ഇവര് പിന്നെ കോള വാങ്ങുക, ആ കൊടുക്കുക എന്നൊക്കെ പറയുന്നതിലൊന്നും UDF മന്ത്രിമാരെ സംബന്ധിച്ച് ആനക്കാര്യമല്ല. കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ കേസില്ലാത്ത ആൾക്കാർ ആരുമില്ല.
എല്ലാ മന്ത്രിമാരും കേസുള്ളവരും ഒരുപാട് ആളുകൾ അഴിമതിയിൽ പിന്നെ ഉന്നയിക്കപ്പെട്ടുള്ള ആൾക്കാരുമാണ്. ഈ കേസ് അതിനേക്കാൾ അപ്പുറത്ത് വലിയ വിവാദം ഉണ്ടാക്കുന്നതിന് കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മന്ത്രിക്കെതിരായി ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ അവർ പറഞ്ഞ കാര്യം എന്താ? ഒരു പത്രസമ്മേളനം നടത്തിയൊരു മുതലാളി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ കേസെടുക്കാൻ പറ്റാന്ന് ചോദിച്ചു. എവിടെയാ തെളിവെന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുൽ ആർ നായർക്കെതിരായി വിജിലൻസ് കേസെടുത്ത എങ്ങനെയാ? ആ രാഹുൽ ആർ നായരുടെ ഏതെങ്കിലും തെളിവുണ്ടായിട്ടാണ്? ഒരു ഡ്രൈവറുടെ മൊഴി, ശക്തമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പിന്നെ ബിജു രമേശിന്റെ ഡ്രൈവറുടെ മൊഴി ഇവരുടെ മുമ്പിലിരിക്കല്ലേ? കേസെടുക്കാതിരിക്കാൻ പറ്റും അവർക്ക്? എന്ന് മാത്രമല്ല, ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് എന്ത് ആരോപണം ഉന്നയിക്കുന്നു? ആരോപണം ഉന്നയിക്കുന്ന പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞാൽ മതിയോ? ഇപ്പൊ ഗണേഷ് കുമാർ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ പറഞ്ഞ എന്താ? ചട്ടപ്രകാരം ഉന്നയിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ചട്ടപ്രകാരം ഉന്നയിക്കും മുമ്പ് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പൊ മുഖ്യമന്ത്രിക്ക് മുമ്പ് തന്നെ ഈ അദ്ദേഹത്തിന്റെ കീഴിലുള്ള മന്ത്രിമാരുടെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയെ പറ്റി ഗണേഷ് കുമാർ കത്ത് കൊടുത്തിട്ടും ആ കത്തിനെ പറ്റി ഉമ്മൻചാണ്ടി അന്വേഷിക്കാതിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓഫീസിനെ പറ്റി തന്നെ അഴിമതി ആരോപണം ഉണ്ടാവുകയും അഴിമതി ആരോപണത്തിന്റെ പേരിൽ അവിടുത്തെ സ്റ്റാഫിനെ പുറത്താക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ജയിലിലടക്കം ചെയ്ത മന്ത്രിയാണ് ഉമ്മൻചാണ്ടി. അപ്പൊ അദ്ദേഹത്തിന് മറ്റ് മന്ത്രിമാരുടെ ഓഫീസിനെ പറ്റി അന്വേഷിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ അന്വേഷിക്കാതിരുന്നു വന്നാൽ കുറ്റകരമായ അനാസ്ഥ ഉമ്മൻചാണ്ടി കാട്ടി എന്ന് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം പിന്നെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് കത്ത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ കത്ത് കൊടുത്താൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാ, ഉന്നയിച്ചു കഴിഞ്ഞാൽ ചട്ടപ്രകാരമാണെന്ന് പറയാ, അവിടെ നിന്ന് പറയാ, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പറയാ, വെറുതെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പറയാ, അസംബ്ലിയിൽ പറഞ്ഞാൽ ചട്ടത്തെ പറ്റി പറയാ. അപ്പൊ അഴിമതി അന്വേഷിക്കാതിരിക്കാൻ എന്തൊക്കെ തന്നെ പിന്നെ മുട്ടുന്യായങ്ങളുണ്ടോ അതൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് താങ്കളുടെ ആക്ഷേപം. തുടരുക ശ്രീ വി എസ് സുനിൽകുമാർ. ഇതിനോടൊപ്പം ചേർത്ത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ഈ സർക്കാർ മദ്യനയം ഉണ്ടാക്കിയ പ്രത്യാഘാതം പഠിക്കാൻ സർക്കാർ രണ്ടംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതായി ഇന്നിപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മദ്യനയത്തിൽ നിന്ന് തന്നെ പിന്നോട്ട് പോവുകയാണോ എന്ന സംശയം പ്രബലമാകുന്നു. ആ വിഷയം കൂടി നമുക്ക് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഫാദർ ആന്റണി ടി ജെ, സർക്കാർ ഈ മദ്യനയം ഉപേക്ഷിക്കുകയാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വളരെ വിചിത്രമെന്ന് തോന്നുന്ന ഒരു രീതിയിലാണ് ഇന്ന് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പ്രതികരിച്ചത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വക്കീൽ ഇന്ന് കോടതിയിലുണ്ടായിരുന്നു. ഈ മദ്യനയം സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി വളരെ അസന്നിഗ്ധമായി പറയുന്നു, അടിസ്ഥാനപരമായ ഒരു മാറ്റവും വരില്ല, പിന്നോട്ട് പോകില്ല എന്ന്. സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെ അടിസ്ഥാനം തന്നെ കോടതി വിധിയുടെ ഇടപെടൽ കൊണ്ട് നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ എവിടെയാണ് മുഖ്യമന്ത്രിയുടെ പിടിവള്ളി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, വലിയ പുതിയ കാര്യമൊന്നുമല്ല AG ഇന്ന് കോടതിയിൽ പറഞ്ഞത്. നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് UDF സർക്കാർ ഈ മദ്യനയം കൊണ്ടുവരുന്ന മുൻപ് തന്നെ ടാക്സ് സെക്രട്ടറി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ഓൾറെഡി അത് കോടതിയിലുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷമാണ് സർക്കാർ മദ്യനയം കൊണ്ടുവന്നത് തന്നെ. പിന്നെ എന്താണ് പുതിയൊരു ഒരു പഠനത്തിൻ്റെ പ്രസക്തി മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് മദ്യനയത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമം സർക്കാർ കോടതിയെ കൊണ്ട് ചെയ്യിക്കുവാനുള്ള പഴുതിട്ടുകൊണ്ട് സർക്കാരും മദ്യലോബിയും ഒത്തുകളിക്കുന്നുവെന്ന് സംശയം തോന്നിയാൽ അതിൽ യാതൊരു അല്ല എന്ന് തെളിയിക്കുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ബന്ധപ്പെട്ടവർക്കുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം, ഈ അടിസ്ഥാനപരമായ മദ്യനയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി UDF സർക്കാർ എന്ത് നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്റീരിയർ ഓർഡർ വെക്കേറ്റ് ചെയ്യാനുള്ള അപേക്ഷ പോലും ഇവർ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ അടിസ്ഥാനപരമായ മദ്യനയം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ശ്രീ സണ്ണി ജോസഫ്, സർക്കാരും മദ്യലോബിയും ഒത്തുകളിക്കുകയാണ് എന്നുള്ളതാണ് KCBCയുടെയും ആക്ഷേപം. ഈ KM മാണിക്കെതിരെയുള്ള കോഴ ആരോപണങ്ങളുടെയൊക്കെ ആധാരമായി ഏറ്റവും കാതലായ പ്രശ്നം ആ മദ്യനയമാണല്ലോ. മദ്യനയം സർക്കാർ മാറ്റുകയാണ് എന്ന് ബാർ ഉടമസ്ഥർ കോടതിയിൽ പറഞ്ഞു. അപ്പോൾ കോടതി സർക്കാരിനോട് ആരാഞ്ഞു, നിങ്ങൾ മദ്യനയം മാറ്റുന്നുണ്ടോ എന്ന്. അതിൻ്റെ മറുപടിയാണ് ഇന്ന് AG കോടതിയിൽ കൊടുത്തത്. ഞങ്ങൾ ഇമ്പാക്റ്റ് അസസ്മെന്റ് നടത്തുകയാണ്, 3 ആഴ്ചയ്ക്കുള്ളിൽ അത് കഴിയും എന്ന്. സർക്കാർ ഈ മദ്യനയം ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അടിസ്ഥാന നയങ്ങളിൽ മാറ്റമില്ലാതെ പ്രായോഗിക സമീപനങ്ങളിൽ വരുത്തേണ്ട ചെറിയ ഭേദഗതികളെ കുറിച്ച് UDFൽ ആലോചിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചും വ്യക്തമാക്കിയത്. അതുപോലെ ഒരു കാര്യം, ഗവൺമെന്റ് ബാർ ഉടമകളുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നുവെങ്കിൽ ബാർ ഉടമകൾ ഇപ്പോൾ 3 വിധി സമ്പാദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു വിധിയിൽ 10 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ ഹൈക്കോടതി വിധി. ആ 10 കേസിലെ വിധിന്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫേവറബിളായി തന്നെ പരിഗണിക്കണം, അവരുടെ അപേക്ഷകൾ ഫേവറബിളായി തന്നെ പരിഗണിക്കണം. അവസാനം ഒരു വാക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു, എന്നാൽ നിയമാനുസൃതമായ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് ഉചിതമായ തീരുമാനമെടുക്കാം. എക്സൈസ് മന്ത്രി നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ 10 ലൈസൻസുകളും ആ അപേക്ഷകൾ റിജക്ട് ചെയ്തു. രണ്ടാമത്തെ ഘട്ടത്തിൽ 4 സ്റ്റാർ ലൈസൻസുകൾ 22 അപേക്ഷകൾ പരിഗണിക്കണം എന്ന് കോടതി പറഞ്ഞു. ആ അപേക്ഷകൾ അനുകൂലമായിട്ട് പരിഗണിച്ചിട്ടില്ല.
ഇന്നലെ പറഞ്ഞിരിക്കുന്നു 4 4 സ്റ്റാർ ഹോട്ടലുകളുടെ അപേക്ഷ ഇൻഡിവിജ്വലായിട്ട് പരിശോധിക്കണം, അവരുടെ ലോണും അതുപോലുള്ള അവരുടെ ചെലവും കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കുന്ന കാര്യം ഗവൺമെന്റ് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അവിടെയും ഗവൺമെന്റ് ഒരു തീരുമാനം ബാർ ഉടമസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. അനുകൂല വിധി ഉണ്ടായിട്ട് പോലും വിധിക്കെതിരെ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നു. അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ സണ്ണി ജോസഫ് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ കോടതിയുടെ ചോദ്യത്തിന് നിങ്ങൾ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ മദ്യനയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന മറുപടി പറയാമായിരുന്നല്ലോ. അതെന്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ കാതലായ പ്രശ്നം. ബാർ ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാദം വേണ്ടത്ര ആലോചന നടത്താതെ രൂപീകരിച്ച നയമാണ് ഇത് എന്നുള്ളതാണല്ലോ. അതിനെ സർക്കാർ സമ്മതിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ പെട്ടെന്നെടുത്ത നയമാണ്. ഇനി ഇമ്പാക്ട് അസസ്മെന്റ് എന്നതിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ മദ്യനയം പാളിച്ചകൾ ഉള്ളതാണ് എന്ന് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഘട്ടത്തിൽ ബോധ്യപ്പെട്ടു എന്ന് സർക്കാർ സമ്മതിക്കുകയാണ്. പിന്നെ എവിടെയാണ് ആ മദ്യനയം നിലനിൽക്കുക? പഠിക്കേണ്ടത് എന്താണ്? പ്രതിപക്ഷ നേതാവ് ആദ്യം ഈ നയത്തെ അനുകൂലിച്ചു. പ്രതിപക്ഷത്തെ പ്രമുഖ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ നയത്തെ ആദ്യം അനുകൂലിച്ചു. എന്നാൽ ഇവര് തന്നെ പിന്നീട് തിരുത്തലുകൾ വരുത്തണമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മാർക്സിസ്റ്റ് പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് തൊഴിൽ മന്ത്രി പറഞ്ഞു തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടൂറിസം മന്ത്രി പറഞ്ഞു ടൂറിസം രംഗത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഒരു കാര്യം വളരെ വ്യക്തമാകുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബിയർ പാർലർ, വൈൻ പാർലർ ഇതിനെ സംബന്ധിച്ച് UDF തന്നെ നയപരമായ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല, അതൊരു ഓപ്പൺ വിഷയമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം കൂടിയാണ് സത്യത്തിൽ അങ്ങനെയാണ് താങ്കൾ വിശദീകരിക്കുന്നത്. അതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ അതിലേക്ക് വരാം ശ്രീ സണ്ണി ജോസഫ്. അതിനോട് ശ്രീ ജോണി നെല്ലൂർ, ഇതിപ്പോൾ ഇതിന്റെ പ്രത്യാഘാതം പഠിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കോടതിയെ അറിയിച്ചല്ലോ. പഠിക്കുന്നത് ഇതിന്റെ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ്, സോഷ്യൽ ഇമ്പാക്റ്റ് അല്ല. ടൂറിസം സെക്രട്ടറിയെയും തൊഴിൽ സെക്രട്ടറിയെയും നിയോഗിച്ചിരിക്കുകയാണ്. തൊഴിൽ രംഗത്തും ഒപ്പം ടൂറിസം രംഗത്തും ഉണ്ടായ പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ. അതേസമയം ഇതുമൂലമുണ്ടായ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ വാഹനാപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് KPCC പ്രസിഡന്റ് അവകാശപ്പെടുന്നു. ഗാർഹിക പീഡനങ്ങളുടെ നിരക്ക് കുറഞ്ഞതായി, അങ്ങനെയുള്ള ഗുണപരമായ സാമൂഹിക മാറ്റങ്ങൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഇവിടെ ഉണ്ടായതായി നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട ആളുകൾ തന്നെ അവകാശപ്പെടുമ്പോൾ അക്കാര്യത്തിലൊന്നും പഠനം വേണമെന്ന് തോന്നുന്നില്ല. മറിച്ച് എന്ത് സാമ്പത്തിക പ്രത്യാഘാതം ഇത് ഉണ്ടാക്കി എന്ന് പഠിക്കാൻ സർക്കാർ ഇപ്പോൾ ഒരുങ്ങുകയാണ്. ആ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മദ്യനയത്തിന് മാറ്റം വരികയാണ്. ഇവിടെ ഒത്തുകളി എന്ന സംശയം ന്യായമായും ഉണ്ടാകും. ഇത് വ്യാഖ്യാനിക്കുന്നത് പോലൊന്നും അല്ല ഇതിന്റെ കാര്യങ്ങൾ. ഇവിടെ ഒരു മദ്യനയം ഗവൺമെന്റ് രൂപീകരിച്ചു. ആ മദ്യനയം രൂപീകരിച്ച് കോടതി ആ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ആ മദ്യനയത്തെക്കുറിച്ച് അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായ പ്രകടനങ്ങളുണ്ടായി. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മദ്യനിരോധനമെന്ന് പറയുന്നവരോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം മദ്യനിരോധനമല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്ന് UDFന്റെ പ്രഖ്യാപിത നയമാണ്. ആ നയമാണ് നടപ്പാക്കേണ്ടത്. ഇവിടെ 100% മദ്യം വിറ്റിരുന്ന കേരളത്തിൽ 14% മദ്യം വിറ്റിരുന്ന ബാറുകൾ അടച്ചപ്പോൾ അത് ബാർ നിരോധനം മാത്രമാണ്, മദ്യനിരോധനം അല്ല. 86% മദ്യം ഇന്ന് സുലഭമായി ഔട്ട്ലെറ്റുകളിലൂടെ ഒഴുകുന്നു. അത് നിരോധിക്കണമെന്ന് ഞങ്ങളൊക്കെ പറയുമ്പോൾ KCBCയുടെ വക്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. മദ്യത്തിന്റെ ലഭ്യതയാണ് ഇവിടെ കുറയ്ക്കേണ്ടത്. 14% ബാറുകൾ പൂട്ടിയിട്ട് ബാർ നിരോധനം നടപ്പാക്കിക്കൊണ്ട് മദ്യനിരോധനം നടപ്പാക്കി എന്ന് പറയുന്നത് ജനങ്ങളെ കളിയാക്കുന്നത്. അതുകൊണ്ട് അത് തിരുത്തുകയാണ് എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. ശരി, ദയവായി തുടരുക. ശ്രീ VS സുനിൽകുമാർ MLA ഈ പറയുന്നത് പോലെ പ്രതിപക്ഷത്തിനടക്കം ഇത് നടപ്പാക്കിയപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇതൊന്ന് പുനരവലോകനം ചെയ്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു നയം ഉണ്ടാക്കുക എന്ന നിഷ്കളങ്കമായ തീരുമാനമാണ് സർക്കാരിൻ്റെതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അയ്യോ, പ്രതിപക്ഷത്തിന്റെ തലയിൽ ചാരി ഈ UDF നയം നടപ്പാക്കണ്ട. നിങ്ങൾ ഈ മദ്യനിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ച പ്രതിപക്ഷത്തോട് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിച്ചത്. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ച കാര്യമല്ലേ. ഇവിടെ അതൊന്നുമല്ല. ബാർ വിഷയത്തിൽ KM മാണി അടക്കമുള്ള മന്ത്രിമാർക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അഴിമതി ആരോപണത്തിൽ കഴമ്പുള്ളത് കൊണ്ടും ആ അഴിമതി ആരോപണം വാസ്തവമാണെന്നുള്ളത് കൊണ്ടും ആ അഴിമതി ആരോപണത്തിന്റെ പറ്റിയുള്ള തെളിവുകൾ ബാർ അസോസിയേഷൻ ആളുകളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടും അവർ ഒടിക്കും മുമ്പ് വളച്ചപ്പോൾ അവർ വളഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്.
ഇപ്പോ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തോടെ സൂചിപ്പിച്ചു, കോടതി ഇത് പറഞ്ഞിരിക്കുന്നു, ഇത് ഗവൺമെന്റ് തീരുമാനിക്കാം, അനുകൂലമായിട്ട് തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചില്ല എന്ന് പറയുന്നത് അത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. ഈ കോഴ വിവാദത്തിന്റെ തെളിവുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ബാർ അസോസിയേഷനുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായി കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ബാർ അനുവദിച്ചെന്ന് വരുത്താൻ വേണ്ടി ഇവിടെ ഈ ഹൈക്കോടതി തോറ്റാലും സുപ്രീം കോടതിയിൽ പോയി അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയും അതിനാവശ്യമായ തിരക്കഥയും അരങ്ങിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത് നയമില്ല. നയത്തിന്റെ ഭാഗമായിട്ടാണ് 5 സ്റ്റാർ ഒഴികെ എല്ലാ ബാറും അടച്ചതെന്ന് പറഞ്ഞ ഈ ഗവൺമെന്റ് നയമില്ല എന്ന് കോടതിയിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആളുകളെ പറ്റിക്കില്ലേ? KCBC എത്രയോ ആത്മാർത്ഥമായി ഈ ഗവൺമെന്റ് പിന്തുണച്ചവരാണ്. അവര് സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ മദ്യവർജനം എന്ന് പറഞ്ഞു, പിന്നീട് അവർ പറഞ്ഞു പ്രായോഗിക സമീപനം എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് എന്താ? ഇക്കണോമിക് ഇമ്പാക്ട് സ്റ്റഡി നടത്തും. ഇവിടെ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, ഏകം കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, എല്ലാ ഈ ഇംപ്ലിക്കേഷൻ സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. ആ റിപ്പോർട്ട് ഒന്നും പഠിക്കാതെയാണല്ലോ ഇവർ നയം തീരുമാനിച്ചത്. അപ്പൊ ഈ നയങ്ങളൊക്കെ തന്നെ ഇഷ്ടം പോലെ തീരുമാനിച്ച ശേഷം അതിന്റെ ഭാഗമായി ഇവിടെ വലിയ കൈക്കൂലി നടന്നപ്പോ അത് കണ്ടുപിടിക്കപ്പെട്ടപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാനും തടി രക്ഷിച്ചെടുക്കാനും വേണ്ടി ഇപ്പൊ ബാർ ഉടമസ്ഥന്മാരുമായി ഉണ്ടായിരുന്ന ഗൂഢാലോചനയാണ് ഈ മദ്യനയത്തിൽ. വളരെ ഷാർപ്പായ ആരോപണമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ VS സുനിൽകുമാർ, ഫാദർ ആന്റണി ടീച്ചർ, ഇതിൽ പ്രധാനമായി ഉന്നയിക്കപ്പെട്ട ഒരു സംശയം, KCBC ഈ നയത്തിൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ KM മാണി കോഴ വാങ്ങിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും എന്ന് കോട്ടയത്ത് പറഞ്ഞത് ഓർത്തുപോകുന്നു സാന്ദർഭികമായി. ഇപ്പോൾ എന്തായാലും ഈ മദ്യനയത്തിൽ വെള്ളം ചേർക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും തർക്കമുണ്ടാകുകയില്ല. ഈ കോഴ ആരോപണവുമായി ഈ വെള്ളം ചേർക്കലിന് ബന്ധമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കോഴ ആരോപണങ്ങളുമായി വെള്ളം ബന്ധമുണ്ടോ എന്ന് ചർച്ച ചെയ്യുമ്പോഴത്തേന് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന 2 സുഹൃത്തുക്കൾ വളരെ തെറ്റിദ്ധാരണാജനകമായി KCBCയെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഒന്ന്, ശ്രീ ജോണി നെല്ലൂർ പറഞ്ഞു, ഇവിടെ എന്തെങ്കിലുമുള്ള ഏതെങ്കിലും പ്രതികരണത്തിൽ KCBC കേരളത്തിലെ മുഴുവൻ ബിവറേജസ് കോർപ്പറേഷനും ഇതിൻ്റെ ഔട്ട്ലെറ്റ് തുറന്നിട്ട് എന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ മുഴുവൻ മദ്യശാലയും അടയുന്ന ഒരു കാലം സ്വപ്നം കണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് അടക്കമുള്ളത് പൂട്ടണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജോണി നെല്ലൂർ തീർച്ചയായിട്ടും അങ്ങ് തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടിരിക്കുക. 2, ശ്രീ സുനിൽകുമാർ, KCBC ഒരിക്കലും അതിൻ്റെ കേരളത്തിൽ മദ്യശാലകൾ കുറയണം, മദ്യനിരോധനമെന്ന ചർച്ചയിൽ നിന്ന് പിറകോട്ട് പോയിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം സംസാരിക്കുന്നത് ഈ കോഴ വിവാദത്തിനെക്കുറിച്ച് KCBCയുടെ അഭിയന്ത പിതാവ് പറഞ്ഞ അന്നത്തെ ഡിസ്കഷൻ ഞാൻ കേട്ടിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ ഡിസ്കഷനിൽ സുനിൽകുമാറിനോടൊപ്പം തേലക്കാട്ടച്ചൻ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു കാര്യം വ്യക്തമാക്കി ഞാൻ സൂചിപ്പിക്കുന്നു, പരസ്യമായി തന്നെ പറയുകയാണ്, അദ്ദേഹം KCBCയുടെ വക്താവായ അല്ല അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്തതുകൊണ്ട് സുനിൽകുമാർ അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് KCBCയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തരുത് എന്നൊരു സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. കേരളത്തിൽ മദ്യശാലയുടെ എണ്ണം കുറയണം, അതിൻ്റെ യാതൊരു നടപടികളിൽ നിന്നും KCBC പുറകോട്ട് പോയിട്ടില്ല. പിന്നെ ഇവിടെ സർക്കാർ എന്തൊക്കെയോ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുന്നു എന്ന കാര്യം ഈ സമൂഹം വല്ലാതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽ ചെയ്യുന്ന കാര്യമാണ്. തീർച്ചയായും ആ സമ്മർദ്ദം എന്നുള്ളത് ബാർ മുതലാളിമാരിൽ നിന്നുള്ള സമ്മർദ്ദമായിരിക്കും. തീർച്ചയായിട്ടും സുനിൽ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ കാണിച്ച് വളയ്ക്കുകയാണ്, അവർ ഒടിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് ഇവിടെയാണ് ഞാൻ വ്യക്തമാക്കുന്നത്. KCBCക്ക് മദ്യനയത്തിൽ ആരുടെയും പക്ഷം പിടിച്ചിട്ട് ഒന്നും നേടാനില്ല. ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളെ കൊണ്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. മദ്യനയത്തിൽ ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയും സഭയ്ക്കില്ല. പക്ഷേ ഈ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പൊട്ടം കളിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാമെന്ന് കരുതുന്നതെങ്കിൽ അത് ജനവഞ്ചനയാണെന്നതും തുറന്നു കാട്ടുവാനും KCBC എന്നും മുൻപിലുണ്ടാകും. ശ്രീ ജോസഫ് M പുതുശ്ശേരി, മദ്യ മുതലാളിമാർ അവരുടെ യോഗത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഒരാളെ കയ്യിൽ കിട്ടിയിരിക്കുന്നു, ഇത് പരമാവധി ഉപയോഗിക്കണം, നമ്മൾ വളച്ചാൽ മതി, നമ്മൾ ഒടിക്കേണ്ട, ഇതാണ് നമുക്ക് കിട്ടിയ അവസരം. അത് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നു എന്ന് KCBCക്ക് പോലും തോന്നുന്നു ഈ മദ്യനയത്തിൽ വെള്ളം ചേർക്കുന്നത് കാണുമ്പോൾ. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് സുനിൽകുമാർ പറഞ്ഞ 2 കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടിയിരിക്കുന്നു. സുനിൽകുമാർ പറഞ്ഞു വിജിലൻസ് നടക്കുമ്പോൾ മന്ത്രിസഭയ്ക്ക് തുടരാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് സംബന്ധിച്ച് ഇടതുപക്ഷ മന്ത്രിമാരും വിജിലൻസ് അന്വേഷണം നേരിട്ടിട്ടുണ്ട്. ഇതിപ്പോ ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് മാത്രമല്ല വിജിലൻസ് അന്വേഷണം ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ മന്ത്രിസഭയുടെ കാലത്ത് വിജിലൻസ് അന്വേഷണം നിരവധി ഇടതുപക്ഷ മന്ത്രിമാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. 57 മുതൽ ഇതുവരെയുള്ള മന്ത്രിസഭാ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രി വിജിലൻസ് അന്വേഷണത്തിന്റെ പേരിൽ രാജിവെച്ചത് സുനിൽകുമാറിനെന്ന് പറയാൻ കഴിയുമോ? ഇടതുപക്ഷ മന്ത്രിമാരടക്കം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഇടതുപക്ഷ മന്ത്രിസഭയുടെ കാലത്ത് ഇടതുപക്ഷ മന്ത്രിമാർ വിജിലൻസ് അന്വേഷണം നേരിട്ടപ്പോഴും അവരുടെ പോലീസാണ് അന്വേഷിച്ചിട്ടുള്ളത്.
അപ്പൊ അതുകൊണ്ട് അധികാര ദുർവിനിയോഗമാണ് എന്ന് പറയുന്നത് മാറി ശബ്ദ വ്യക്തത കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ ഉന്നയിച്ച സംശയത്തിന് മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കുന്നു. ദയവായി തുടരുക. ശ്രീ സണ്ണി ജോസഫ്, സർക്കാരിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് കോടതിയുടെ അന്തിമ വിധി കൂടി പരിഗണിച്ച് പ്രായോഗികമായ മാറ്റം വരുത്തും സർക്കാർ എന്നുള്ളതായിരുന്നു. കോടതിയുടെ അന്തിമ വിധി വന്നിട്ടില്ല. ബാർ മുതലാളിമാർ സർക്കാർ ഇതാ മദ്യനയം മാറ്റാൻ പോകുന്നു എന്ന് കോടതിയെ അറിയിച്ചപ്പോൾ കോടതി ചോദിക്കുകയാണ് ഉണ്ടായത്, നിങ്ങൾ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നുണ്ടോ എന്ന്. ഈ മദ്യനയത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട, ഈ മദ്യനയത്തെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കേണ്ട സർക്കാർ പക്ഷേ ഞങ്ങൾ ഈ മദ്യനയത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. പഠനം മുൻപും നടന്നിട്ടുണ്ടല്ലോ. ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മദ്യനയം പാളിപ്പോയിരിക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ സമ്മതിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. അത് പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ മദ്യമുതലാളിമാരുമായുള്ള ഒത്തുതീർപ്പാണോ, ഇത് മദ്യമുതലാളിമാർ സർക്കാരിനെ വളച്ചതാണോ എന്നുള്ളതാണ് പ്രശ്നം. ഇല്ലില്ല, ഇത് അന്തിമ തീരുമാനമല്ല. ഇതിൻ്റെ അകത്ത് പുറകോട്ട് പോക്കുമില്ല. ഈ കാര്യങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ, കോടതിയിൽ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, ഇതാണ് ഇമ്പാക്റ്റ്, ഇന്ന ചേഞ്ചസ് ആണ്, മൈനർ ചേഞ്ചസ്. ചിലപ്പോൾ നമുക്കറിയാം, ഒരു ഓടുന്ന പശുവിനെ പിടിക്കാൻ സ്വല്പം കയറി ചിലപ്പോൾ അല്പം ഒന്ന് അയച്ചുവിടും. കോടതിയിൽ തന്നെ ഒരു ടാക്ടിക്സ് എടുക്കാൻ ഗവൺമെന്റിനെ സംബന്ധിച്ച്, അല്ലാതെ നയമാറ്റം ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പോലും പറഞ്ഞത് അടിസ്ഥാന നയങ്ങളിൽ മാറ്റമില്ലാതെ പ്രായോഗികമായിട്ടുള്ള നടപടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം ഗവൺമെന്റ് ആ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അന്തിമമായിട്ടുള്ള നയങ്ങളിൽ മാറ്റമുണ്ടാവില്ല, അടിസ്ഥാന നയങ്ങളിൽ മാറ്റമുണ്ടാവില്ല. അത് തന്നെയാണ് പറയുന്നത്. കേൾക്കൂ, നിങ്ങളുടെ അടിസ്ഥാന നയമാണ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ അടിസ്ഥാന നയം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു സർക്കാരിന്റെ അടിസ്ഥാന നയം? ഇവിടെ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂ. അതിൽ സർക്കാർ ഉറച്ചു നിൽക്കാൻ തയ്യാറുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് 4 സ്റ്റാറുകൾക്ക് പുതിയ ലൈസൻസ് കൊടുക്കാൻ പറയുന്നു. ഈ ഏജ് മറ്റൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞു തരാം. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. 2014 മാർച്ച് 4 വന്ന സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് ഹൈക്കോടതിയുടെ എല്ലാ ബെഞ്ചുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ അവർ പറഞ്ഞത്? 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, പുതിയതായി ഇവിടെ 3 സ്റ്റാർ ലൈസൻസ് ഇല്ല, അത് ശരിവെച്ചു. 2, ദൂരപരിധി അംഗീകരിച്ചില്ല. 3, നിലവാരമില്ലാത്ത 418 ബാറുകളുടെ മേൽ നടപടിയെടുക്കുന്നതുവരെ 4 സ്റ്റാറിന് ലൈസൻസ് നിഷേധിക്കരുത്. സർക്കാർ നിലവാരമില്ലാത്ത 418 നടപടിയെടുത്തു. അതുകൊണ്ട് പുതിയതായി 4 സ്റ്റാറിന് ലൈസൻസ് കൊടുക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തവും കടമയും സുപ്രീം കോടതി തന്നിട്ടുണ്ട്. അത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു നിസ്സാര കാര്യം ചെയ്താൽ പോരെ AG. റൈറ്റ്. വളരെ നന്ദി ഫാദർ ആന്റണി TJ, ശ്രീ VS സുനിൽകുമാർ, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ ജോണി നെല്ലൂർ, ശ്രീ ജോസഫ് M പുതുശ്ശേരി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും സർക്കാരിൻ്റെ മദ്യനയം അതിൽ വെള്ളം ചേർക്കപ്പെടുകയാണോ എന്ന സംശയം ഒരിക്കൽ കൂടി ഉയരുകയും അതേസമയം തന്നെ ബാർ കോഴ വിവാദത്തിൽ KM മാണിക്കെതിരെ കേസെടുക്കാം എന്ന നിയമോപദേശം വിജിലൻസിന് ലഭിക്കുകയും ചെയ്യുന്നതോടുകൂടി വരും ദിവസങ്ങളിലും ഈ വിഷയം കൂടുതൽ ചർച്ചകളിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.